അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണെന്ന്? അതന്നെ നമ്മളെ എയർ ഫ്രയർ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് കാണാം. എയർ ഫ്രയറിൻ്റെ ഈ ഒരു ഭാഗം എല്ലാവർക്കും എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുമായിരിക്കും. അതൊന്നും എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലീൻ ആക്കുമല്ലോ. പക്ഷേ ആ ഒരു എയർ ഫ്രയറിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, അതൊന്ന് തിരിച്ച് വെച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം അഴുക്കുണ്ടെന്ന്. അപ്പം അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് കാണാം. ഞാൻ ഈ എയർ ഫ്രയർ ഇപ്പം വാങ്ങിയിട്ട് 3 വർഷമാണ് ആവുന്നത്. അതിൽ ആദ്യത്തെ വർഷമൊക്കെ ജസ്റ്റ് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും ഒക്കെ പൊരിക്കും. അങ്ങനെ ഡീപ്പായിട്ട് എനിക്ക് ഇതിൽ എങ്ങനെയാണ് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് പിറ്റത്തെ വർഷമാണ് നോമ്പിനാണ് ഞാൻ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോമ്പിന് നമ്മൾ സ്നാക്സ് കൂടുതലായിട്ടും ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതിനും പകരമായിട്ട് ഈ ഒരു എയർ ഫ്രയറിലാണ് ഞാൻ കൂടുതലായിട്ടും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലതാണ്, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. പിന്നെ ഓയിലിൽ വറുത്ത് കോരി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടും ഇതിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കുന്നത് എന്ന് കാണാം. ആദ്യം ഈ ഒരു എയർ ഫ്രയർ ക്ലീൻ ആക്കി എടുക്കാനുള്ള ലിക്വിഡ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും നമ്മൾ പാത്രമൊക്കെ കഴുകാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സെയിം ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സുജാത മിക്സിയുടെ ആ ഒരു ജാറും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാറ്. നല്ല അടിപൊളിയായിട്ട് പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്ന പരുവത്തിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് എന്തും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇതിൽ ഞാനിപ്പം ഡിറ്റർജന്റ് പൗഡർ ചേർക്കുന്നില്ലേ, നമ്മൾ എയർ ഫ്രയർ ആണല്ലോ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സംഭവമൊക്കെ ആയതുകൊണ്ട് തന്നെ ഡിറ്റർജന്റ് പൗഡർ ചേർക്കുന്നില്ല. ഡിഷ് വാഷിംഗ് ലിക്വിഡും ബേക്കിംഗ് സോഡയും പിന്നെ വൈറ്റ് വിനെഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയിലേക്ക് വൈറ്റ് വിനെഗർ ചേർക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലോണം നുരഞ്ഞ് പൊന്തി വരുവേ. ആ ഒരു നൊര വരുന്ന സമയത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിന്റെ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, അത് ആദ്യം ഒന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. എയർ ഫ്രയറിൽ വെക്കുന്ന പേപ്പർ ഓൾറെഡി ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ജനു ആയിഷയും നഗ്ഗറ്റ്സ് പൊരിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് എത്ര പറഞ്ഞാലും അവർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. ആ ഒരു ബട്ടർ പേപ്പർ വെക്കാതെ ഡയറക്റ്റ് അതിൽ വെച്ച് കൊടുത്തിട്ട് അത്രയ്ക്കും അഴുക്കായിട്ടുണ്ടായിരുന്നു. ആ ഒരു നഗ്ഗറ്റ്സിന്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്നങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബേക്കിംഗ് സോഡയുടെ ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നല്ലോണം ചൂടുള്ള വെള്ളവും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഫുഡിന്റെ അംശങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇളകി വരാനായിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് എയർ ഫ്രയറിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചിക്കന് കാര്യങ്ങളൊക്കെ എയർ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണയൊക്കെ നല്ല രീതിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആണ് വെച്ചതെന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുകിയിട്ട് ക്ലീനായി കിട്ടാൻ ഇത് ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിപ്പം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇനി ആ ഒരു എയർ ഫ്രയറിന്റെ മെയിൻ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുവരേക്കും അതവിടെ സോക്കായിട്ട് നിൽക്കട്ടെ ആ ഒരു ലിക്വിഡിൽ. അപ്പോൾ അത് അവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലഗ് പിന്നെ ഊരി മാറ്റണേ. എന്നിട്ട് വേണം നമ്മളിത് സൈഡ് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിപ്പം തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 3 വർഷത്തെ ആ ഒരു മുഴുവൻ അഴുക്കും ഇന്നാണ് ഞാനിത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം കാണുന്നത്. അപ്പോൾ ആ ഒരു അഴുക്ക് മുഴുവനായിട്ടും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വെച്ച് തേച്ചുരച്ച് എന്തായാലും കഴുകിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെയിം ലിക്വിഡ് ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ, വിനെഗർ, ഡിഷ് വാഷിംഗ് ലിക്വിഡ്, ആ ഒരു മിക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ആ ഒരു ലിക്വിഡിൽ കിച്ചൺ ടവൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ആദ്യം ആ ഒരു റൗണ്ടിൽ കിടക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് അത് വെച്ച് തുടച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ബ്രഷ് വെച്ചിട്ട് ആ ഒരു ലിക്വിഡിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്, ഒരുപാട് ലിക്വിഡ് എടുക്കരുത്, കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ പോയിട്ട് പിന്നെ മെഷീൻ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് തേച്ചൊരച്ച് കഴുകിയെടുക്കുക. കഴുകാൻ മീൻസ് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുക. തുണി വെച്ചിട്ട്, നനഞ്ഞ തുണി വെച്ച് ആദ്യം ഒന്ന് വൈപ്പ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് ആ ഒരു വെള്ളമൊക്കെ അതിന് മാറ്റിയെടുക്കണേ. വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു വെള്ളമൊന്നും ഇല്ലാതെ വേണം നമ്മളിത് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ.
അപ്പോൾ ഞാനിതിപ്പം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു റൗണ്ടിലുള്ള ആ ഒരു നെറ്റ് പോലത്തെ ഇതിൻ്റെ ഉൾഭാഗത്തും കുറച്ച് അഴുക്കുണ്ട്. പക്ഷെ അതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ട് അത് ഞാൻ തൊട്ടിട്ടില്ല. എൻ്റെ കൈ എത്തുന്ന ഭാഗങ്ങളൊക്കെ ഞാനിപ്പം നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതാ ഡ്രൈ ആയിട്ടുള്ളൊരു കിച്ചൺ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗം കൂടി ഒന്നങ്ങ് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എൻ്റെതിപ്പം ന്യൂട്രി കുക്കിൻ്റെ ബ്ലൂ കളർ എയർ ഫ്രയർ ആണ്. പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള എയർ ഫ്രയർ ഉണ്ടല്ലോ. അപ്പോൾ ഇതിപ്പം ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ഹോളുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് വരച്ച് ക്ലീൻ ആക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള കിച്ചൺ ക്ലോത്ത് വെച്ചിട്ട് നല്ലോണം തുടച്ച് വൈപ്പ് ചെയ്തെടുക്കണേ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ഉൾഭാഗത്ത് ഇതുപോലെയൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണേ. കാരണം എവിടെയെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും മാറ്റിയെടുക്കണം. എങ്ങാനും ഷോക്ക് അടിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഈ മിഷൻ കേടാവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറഞ്ഞ അവസ്ഥയായി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ബോക്സ് ഇനി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നല്ലോണം ഇത് ആ ഒരു ലിക്വിഡിൽ സോക്കായിട്ട് മുഴുവനായിട്ടും അഴുക്ക് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക വേണ്ടു. ഇനി പിന്നെ ഇതിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ കൊണ്ട് തേച്ച് കഴുകിയാൽ മതിയേ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബ്ലാക്ക് പൊസിഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് പെയിൻറ്റ് നമ്മളെ നോൺ സ്റ്റിക്ക് ഒക്കെ പോലെ പെയിൻറ്റ് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പം സാധാരണ നമ്മളെ ലിക്വിഡ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് എഫർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ആ ഒരു ലിക്വിഡ് ഇട്ടിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ അഴുക്കും അതിന് ഇളകി നിന്നിട്ടാണ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്നങ്ങ് തേച്ചൊരച്ച് എടുത്താൽ മതി. ഉൾഭാഗത്ത് സ്ക്രബ് ചെയ്തതുപോലെ തന്നെ ആ ഒരു ബോക്സിന്റെ പുറം ഭാഗത്തും ഇതുപോലെ ഒന്നങ്ങ് സ്ക്രബ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം കഴുകിയതിന് ശേഷം ഇതും നമ്മൾ നേരത്തെ കിച്ചൺ ടവൽ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുത്തതുപോലെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു നെറ്റിൻ്റെ ഭാഗമാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു നാല് ഭാഗത്തും സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ക്രൂവിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ പശ ഉണ്ടാവും. അത് നമ്മൾ ആ ഒരു ലിക്വിഡ് ഇട്ട് പ്രീ ഹീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇളകി നിന്നിട്ടാണ് ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ അതങ്ങ് വരച്ച് കൊടുത്താൽ എളുപ്പത്തിൽ അതങ്ങ് ഇളകി വന്നോളൂ. എന്നിട്ട് ഇത് നല്ലോണം ക്ലീൻ ആക്കി എടുത്താൽ മതി. നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എയർ ഫ്രയർ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ബട്ടർ പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഫുഡ് ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എയർ ഫ്രയർ കൂടുതലായിട്ടും അഴുക്കാവുക. ബട്ടർ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്നങ്ങ് എടുത്ത് മാറ്റിയിട്ട് അതിലൊരു ഇത്തിരിങ്ങാനെ എണ്ണയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒന്നങ്ങ് കഴുകടൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ച് തുടച്ചെടുത്താലും ക്ലീൻ ആയി കിട്ടും. പക്ഷേങ്കിൽ ആ ഒരു ബട്ടർ പേപ്പർ വെക്കാതെ വെക്കുന്ന സമയത്താണ് ഇത് എളുപ്പത്തിൽ അങ്ങ് അഴുക്കാകുക. അപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് എയർ ഫ്രയറിൽ ഫുഡ് കുക്ക് ചെയ്യാൻ നോക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു നെറ്റിന്റെ ആ ഒരു ബ്ലാക്ക് കോട്ടിങ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് പോയത് കണ്ടില്ലേ. ഇത് എനിക്ക് ആദ്യം ഇത് കൊണ്ടുവന്ന സമയത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും വലിയൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ ചിക്കനൊക്കെ എയർ ഫ്രൈ ചെയ്തതിന് ശേഷം നല്ല സ്റ്റീലിന്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം തേച്ചൊരച്ച് കഴുകിയിട്ടാണ് ആ ഒരു ബ്ലാക്ക് കോട്ടിങ് ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു എയർ ഫ്രൈയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്യാം. ബട്ടർ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞാൽ മതി എയർ ഫ്രയറിന്റെ പേപ്പറിന്ന് അവരങ്ങ് തന്നോളും. ആ ഒരു പേപ്പറാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ന്യൂട്രി കുക്കിൻ്റെ എയർ ഫ്രയർ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ എയർ ഫ്രയറും ഏകദേശം ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കി എടുത്താൽ മതി. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കിയാൽ എളുപ്പത്തിൽ നമുക്കിത് നല്ല വെട്ടി തിളങ്ങുന്ന പരുവത്തിൽ ക്ലീൻ ആക്കി കിട്ടും. ഇനിയിപ്പം നോമ്പല്ലേ, ഇൻഷാ അല്ലാ നോമ്പിന് കൂടുതലായിട്ടും എണ്ണക്കടികൾ മാറ്റിയിട്ട് ഇതുപോലെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു എയർ ഫ്രയർ ക്ലീനിങ് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഇതുവരെ ആരെങ്കിലും ആ ഒരു എയർ ഫ്രയറിന്റെ മെഷീന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഡേർട്ടി ആയിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആക്കിയിട്ട് വേണം ക്ലീൻ ആക്കി എടുക്കാൻ. ഇനിയിപ്പം നോമ്പിങ് എത്തിയില്ലേ, അത്ര ദിവസമല്ലേ ഉള്ളൂ. അപ്പം എയർ ഫ്രയർ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ക്ലീൻ ആക്കിയിട്ട് നല്ല മൊഞ്ചാക്കി എടുത്തേട്ടാ. ഞാനിപ്പോൾ ഇതാ നല്ല പുതിയതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ന്യൂട്രി കുക്കിൻ്റെ എയർ ഫ്രയർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ക്ലീനിങ് ടിപ്സിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.